നമസ്കാരം. ലിറ്റിൽ തിങ്സിന്റെ ഓണസദ്യയിലേക്ക് വീണ്ടും സ്വാഗതം. ഓണവിഭവങ്ങളില് നമ്മളിപ്പോ ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങാക്കറി എല്ലാം ഉണ്ടാക്കുന്നത് കണ്ടു. ഇനി നമുക്ക് ഒരു കിച്ചടി ആയാലോ? ഞങ്ങളുടെ വൈക്കം സ്റ്റൈൽ പാവയ്ക്ക കിച്ചടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവല്ലേ. അപ്പൊ നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. ഓണവിഭവങ്ങളിൽ കിച്ചടി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പലതരം കിച്ചടികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ പാവയ്ക്ക കിച്ചടിയാണ് ഏറ്റവും സ്വാദുള്ളത്. പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കതൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. പാവയ്ക്കൊക്കെ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. തീരെ നൈസായിരിക്കണം. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞ് ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ വയ്ക്കണം. നന്നായിട്ട് തിരുമ്മി വയ്ക്കാം. കൈ കൊണ്ട് തിരുമ്മിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമുക്കിത് പിഴിഞ്ഞ് വറുത്തെടുക്കാം. നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. പിഴിഞ്ഞ് വെള്ളമൊക്കെ കളയണം. വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിയുമ്പോൾ വെള്ളം വന്നാണ്ട് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വേണം ഇടാൻ. പാവയ്ക്കയുടെ വെള്ളമായത് ഇത്രയും വെള്ളം നമുക്ക് കിട്ടി. ഇത് പിഴിഞ്ഞ് മാറ്റുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ വെള്ളം നമുക്ക് കളയണ്ട, കിച്ചടിയിൽ ചേർക്കാം. പാവയ്ക്ക ഇങ്ങനെ അരിഞ്ഞ് വറക്കണമെന്നില്ല, കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് വറക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരണം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് പൊടിച്ച് ചേർക്കാം. കിച്ചടികളിൽ ഏറ്റവും സ്വാദായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പാവയ്ക്ക കിച്ചടിയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, പെട്ടെന്നങ്ങ് മൂക്കും. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഓഫ് ചെയ്യണം. സിമ്മിലിട്ട് വേണം അതിന് മൂപ്പിക്കാൻ കേട്ടോ. ഇനി തീ ഓഫ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല സ്മെല്ലും വരുന്നുണ്ട് പാവയ്ക്ക മൂത്തായിട്ട്.
പാവയ്ക്ക കിച്ചടിക്ക് നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കിച്ചടിയാക്കണം. അപ്പോൾ അതിന് തേങ്ങ, അരപ്പിന് വേണ്ടത് തേങ്ങ, ജീരകം, കടുക്, ഒരു പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില. ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് കിച്ചടിക്ക് അരച്ച് ചേർക്കാൻ. ഇത് നമ്മൾ തൈര് ചേർത്താണ് അരയ്ക്കുന്നത്. നമ്മൾ കിച്ചടിക്ക് അരയ്ക്കുമ്പം വെള്ളം ഒട്ടും തൊടണ്ട. ഇതിങ്ങനെ പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ തൈര് ചേർത്തരയ്ക്കും. അപ്പം ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. പാവയ്ക്ക നമ്മൾ നന്നായിട്ട് വറുത്ത് ജസ്റ്റ് ഒന്ന് തിരുമ്മി പൊടിച്ചു വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തൈര് ചേർക്കണം. നല്ല കട്ട തൈരായിരിക്കണം. നമ്മൾ പൊടിച്ചു വെച്ച അരപ്പ്, അതായത് വെള്ളം തൊടാതെ അരച്ചെടുത്ത അരപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനും വെള്ളം അധികം ആകാൻ പാടില്ല. ഇലയിൽ വിളമ്പാനുള്ളതല്ലേ, വെള്ളം അധികം ആകാൻ പാടില്ല. എന്ന് നോക്കിയേ, ഈ പരുവത്തിലേ ഇരിക്കാവുള്ളൂ. കിച്ചടികൾ നമ്മൾ കടുവറുത്ത് ചേർക്കുകയുള്ളൂ. നമ്മളത് വേവിക്കില്ല. ഇത് നല്ല കട്ടിയായിട്ടായിരിക്കുന്നു. സദ്യക്ക് വിളമ്പുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നും ഇലയിൽ ഒഴുകിപ്പോകാൻ പാടില്ല. പിന്നെ നമ്മുടെ കിച്ചടിയിലൊന്ന് കടുവറുത്ത് ചേർക്കാം. കടുക്, മുളക്, പിന്നെ ശകലം ഉലുവയും കൂടെ ചേർത്ത് ഞാൻ കടുവറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിച്ചടി തിളപ്പിക്കണ്ട കേട്ടോ. ഓണസദ്യക്ക് വിളമ്പാനുള്ള, ഇലയിൽ വിളമ്പാനുള്ള നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി. അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ പാവയ്ക്ക കൊണ്ട് കിച്ചടി ഉണ്ടാക്കണം. ഒത്തിരി ലൂസാക്കരുത്, ഇലയിൽ വിളമ്പാനുള്ളത്. റെഡിയല്ലേ? ഓണസദ്യയിൽ നമ്മുടെ കിച്ചടിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഉപ്പേരി കഴിഞ്ഞ് തൊടുകറികളെല്ലാം കഴിഞ്ഞാണ് കിച്ചടി. അപ്പോൾ കിച്ചടിയുടെ സ്ഥാനം ഏകദേശം ഇവിടെയായിട്ട് വരും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കട്ടിയായിട്ട് വിളമ്പാം. കണ്ടോ? ഓണസദ്യക്ക് നമ്മൾ വിഭവങ്ങൾ വിളമ്പുന്നതിനും ഒരു പ്രത്യേക ഓർഡറുണ്ട്. എല്ലാ സദ്യകൾക്കും അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ സദ്യ വിളമ്പണ സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ കിച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് കിച്ചടി ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് എനിക്ക് ഒത്തിരി വാല്യുബിളാണ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പുതിയൊരു ഓപ്ഷനുണ്ട്, ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് കാണാം. നിങ്ങൾ അതുകൂടെ ചെയ്യണം. അത് നമ്മുടെ ചാനലിൻ്റെ വാല്യൂ ഒത്തിരി കൂട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.